ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂളുണ്ടായില്ല, അതായത് വെള്ളിയാഴ്ച നമുക്ക് സ്കൂളുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്, കാരണം ഇന്ന് മദ്രസയുമില്ല. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്, എന്നിട്ട് ചായയും ഈ കേക്കൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് വന്ന് ബ്ലൈൻഡ്സൊക്കെ തുറന്ന് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കിയിട്ടിട്ട് നമ്മൾ ബുക്കൊക്കെ എടുത്ത് രാവിലെ തന്നെ നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. നമുക്ക് തിങ്കളാഴ്ച മാത്സ് എക്സാം ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഫുൾ ഡേ ആണ് എക്സാം. കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ കെമിസ്ട്രി ഫിസിക്സൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ശനി ഞായറും ഇരുന്ന് മാത്സ് പഠിക്കാമല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ കെമിസ്ട്രി ക്ലാസ് കാണുകയാണ്. ഇന്നലെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയാണ് കാണുന്നത്. അപ്പോൾ പെൻസിലൊക്കെ എടുത്ത് ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടപ്പോൾ എടുത്ത ക്ലാസ്സാണ്. ഇന്നലെ കണ്ടപ്പോൾ ഞാൻ എഴുതി വെച്ചതാണ് ഇത്. അപ്പോൾ അതേപോലെ ഞാൻ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ എഴുതി വെച്ചേക്കണേന്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ എന്തോ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണമെങ്കിൽ അപ്പോൾ അത് എഴുതി വെക്കും. കാരണം ചിലതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, തട്ടിക്കൂട്ടി ഓർത്ത് വെച്ചേക്കണേയിരിക്കും. അപ്പോൾ അതിന് വല്ല സിമ്പിൾ ട്രിക്കൊക്കെ പറഞ്ഞു തന്നെയാണെങ്കിൽ ഇതേപോലെ എഴുതും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1 മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. 10:30 ഇരുന്നിട്ട് 11:30 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമുക്കിന്ന് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ആ പുട്ടൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഇല്ല. നമ്മൾ 9ാം ക്ലാസ്സുകാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് സമഗ്രയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കി. ഞാൻ ഈ പെൻസിൽ വെച്ച് എഴുതുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ബാക്കിൽ ആൻസർ നോക്കും, അതായത് ആ PDF-ൻ്റെ ബാക്കിൽ ആൻസർ വെക്കും. അങ്ങനെ നമ്മൾ ശരിയാണോ തെറ്റാണെങ്കിൽ നമുക്ക് മായ്ച്ചിട്ട് കറക്റ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെൻസിൽ വെച്ച് എഴുതുന്നത്. അങ്ങനെ അതിൽ ഫസ്റ്റ് ടൈമിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് പഠിച്ചത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കുറച്ച് നേരം പഠിച്ച്, കുറച്ച് നേരം എന്ന് വെച്ചാൽ വളരെ കുറച്ച് നേരം പഠിച്ചുള്ളൂ. കാരണം വെള്ളിയാഴ്ച പഠിക്കാൻ നല്ല മടിയുണ്ടായിരുന്നു, 2 ദിവസം ക്ലാസ്സില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളിരുന്ന് പഠിക്കണതാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ മതിയായി. അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എന്ന രീതിയിൽ ഞാൻ പോയി ഒരു ഡാർക്ക് ഫാൻറ്റസി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഡാർക്ക് ഫാൻറ്റസിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പേജൊക്കെ മറിച്ചിട്ട് ഒന്നും തലയിൽ കയറാത്ത രീതിയിലായിട്ട് ഒന്നും മനസ്സിലാവണില്ല, പ്രത്യേകിച്ച് മൂഡും ഇല്ല, പിന്നെ ഒട്ടും അങ്ങോട്ട് തലയിൽ കയറാത്ത പോലെ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ 5 മിനിറ്റ് ബ്രേക്ക് ഏകദേശം 2 മണിക്കൂറൊക്കെ ആയി. 2-3 മണിക്കൂർ പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഫസ്റ്റ് നമ്മൾ അടുക്കളയിൽ പോയി വെറുതെ അവിടെ ഇരുന്ന്, പിന്നെ നമ്മൾ വീട് ഫുള്ള് നമ്മൾ അടിച്ച് വാരിയിട്ട്, ഏതിൻ്റെ സ്റ്റഡി ടേബിളിലെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ അടിച്ച് വാരിയിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മാനെ സോപ്പിട്ടാൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടാബൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ബീൻസാണെന്ന് പച്ചക്കറി, മീൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തൈരും എടുത്ത് കൂട്ടി കഴിച്ചു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ പഠിക്കാനിരുന്നപ്പോൾ വീണ്ടും എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പേരക്ക ഉപ്പും മുളകും ഇട്ടും. ഈ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പേരക്ക ഉപ്പും മുളകും ഇട്ടിട്ട് നേരത്തെ ആ പഠിച്ച് നിർത്തിയില്ലേ ആ സ്ഥലം തന്നെ നമ്മൾ വീണ്ടും തുടങ്ങണേനും. കാരണം ആ സമയത്ത് അവിടെ ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പഠിച്ചതിന് ശേഷം ബാക്കി ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിപ്പോൾ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കടിയൊന്നും കഴിച്ചില്ല. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ തന്നെ നമ്മുടെ കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6:30-7 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫിസിക്സ് എടുത്ത്.
ഇപ്പോൾ ഫിസിക്സ് ആണല്ലോ നമുക്കെല്ലാവർക്കും ടഫ്. എനിക്കും ടഫ് ഫിസിക്സ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫിസിക്സ് രാവിലെയാണ് ഇന്ന് ക്ലാസ് ഇട്ടത്. അപ്പോൾ അതിരുന്ന് കണ്ട് നമ്മൾ കുറച്ച് നേരം അല്ല, ഒരു 9 മണി വരെ ഞാൻ അതായിരുന്നു കണ്ടത്. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാനൊട്ടും മൂഡുണ്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കും, എന്നിട്ട് വീണ്ടും ക്ലാസ്സാണ്. അങ്ങനെ പോയിരുന്ന് ക്ലാസ് കാണും. ഇടയിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ക്ലാസ് കാണലായിരുന്നു. അങ്ങനെ ക്ലാസ് കാണുമ്പോൾ അതിൽ നമ്മൾ ഇതേപോലത്തെ ഈ തിയറി തന്നെ പഠിച്ചു വെക്കുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അതേ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ ഞാനത് എഴുതി വെക്കും. കാരണം നമുക്കിത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ നമ്മളത് എഴുതി വെക്കണതാണ് ഇപ്പം. പിന്നെ ഇപ്പോൾ നമുക്ക് എക്സാമൊക്കെ അല്ലേ എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് വല്ല എക്സാം ഡേ ഇൻ മൈ ലൈഫ് വല്ലതും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എക്സാം ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ക്ലാസ് കണ്ട് അങ്ങനെ തന്നെ തുടർന്ന് ഏകദേശം 9:30 വരെ നമ്മൾ ക്ലാസ് കണ്ട് അങ്ങനെ ആ സബ്ജക്റ്റ് അങ്ങനെ തീർത്ത് വെച്ച്. 9:30 അല്ല 9:45 വരെ നമ്മൾ ക്ലാസ് കണ്ട്. എന്നിട്ട് ഇതേ ഇത്രയും നോട്ട്സ്, ഈ പേപ്പർ മാത്രമല്ല കേട്ടോ, വേറെ പേപ്പറും ഉണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ പേപ്പറാണ് ഇത് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞ് ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ച്. രാവിലത്തെ സെയിം കറികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.